കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട് മന്ത്രി വി എൻ വാസവൻ ഇന്ന് സന്ദർശിച്ചു. ബിന്ദുവിൻ്റെ മകന് താൽക്കാലിക ജോലി നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. സാംസ്കാരിക ചടങ്ങുകൾക്കായി 50,000 രൂപയും കൈമാറി. കുടുംബം ഉന്നയിച്ച 4 ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. സർക്കാർ പ്രതികൾ ആരും എത്തിയില്ല എന്ന കുടുംബത്തിൻ്റെ പരാതിക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ സന്ദർശനം. ഇപ്പം ഇന്ന് ഞങ്ങൾ ചെയ്തത് ഇവരുടെ ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ കോളേജിൻ്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ ഇന്നലെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പം ചെയ്തത്. ഒരു സർജറി അനിവാര്യമാണ്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിൻ്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായും സൂപ്രണ്ട് സെക്രട്ടറിയായും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. മകളുടെ തുടർ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളിൽ സർക്കാർ സഹായം ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ ഉറപ്പ് നൽകിയെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു. മന്ത്രിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും വിശ്രുതൻ. അത് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയുണ്ട്, വിശ്വാസമാണ് തരുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ മന്ത്രി എങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് തന്നെ അത് മുന്നോട്ട് പോവുക. ആദ്യഘട്ടം അത് നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കുക. അത് ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചെന്നാണ് പറഞ്ഞത്. ക്യാബിനറ്റ് അല്ല, ഒരു മുഖ്യമന്ത്രിയോട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തെന്നാ പറഞ്ഞത്. ഏത് തുടർ ചികിത്സ? അത് ജോലി ഇപ്പം താൽക്കാലിക നിയമനമായാലും HDSയിലാണ് കണ്ട. അപ്പോൾ അത് പിന്നെ സ്ഥിരമാക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്കുള്ള നഷ്ടപരിഹാരം തീരുമാനിച്ച് ക്യാബിനറ്റ് കൂടി തീരുമാനിച്ച് ആകും. അനാസ്ഥ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം നമ്മളെ കണ്ടില്ല, അത് അങ്ങനെ പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കാര്യങ്ങൾ പറഞ്ഞു മന്ത്രി. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ആയിപ്പോയി, അത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ നമ്മുടെ അടുത്ത് കാര്യം പറയുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ പോയി. ഇപ്പം ഇല്ല അതൊന്നും പറഞ്ഞില്ല. അത് നമ്മളിപ്പോൾ ഈ ഒരു വേളയിൽ നമ്മൾ അങ്ങനെ പറയുന്നത് വീട്ടിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അല്ലേ? ഓക്കെ. കോട്ടയത്ത് നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് തലയോലപ്പറമ്പിൽ നിന്ന് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? SKN സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതികൾക്കും വിമർശനങ്ങൾക്കും ഇടെയാണ് ഇന്ന് മന്ത്രി വി എൻ വാസവനും ജില്ലാ കളക്ടറും മറ്റ് മെഡിക്കൽ കോളേജ് പ്രതിനിധികളും ഇന്ന് ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ബിന്ദുവിൻ്റെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ അമ്മയും ഇന്ന് സന്ദർശനം നടത്തിയത്. അതിനുശേഷം ഏറെ നേരം ബിന്ദുവിൻ്റെ കുടുംബത്തോടൊപ്പം മന്ത്രി ചെലവഴിച്ചു. ഈ ഒരു ദുഃഖത്തിൽ, ബിന്ദുവിൻ്റെ കുടുംബത്തോടുണ്ടായ ദുഃഖത്തിൽ മന്ത്രി അതിയായ ദുഃഖം രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ആദ്യഘട്ട ഒരു ധനസഹായം പ്രഖ്യാപിച്ചത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് കുടുംബം ഇന്നത്തെ മന്ത്രിയുടെ സന്ദർശനത്തിൽ അവർ ആവശ്യപ്പെട്ടത്. അതിൽ അടിയന്തര ധനസഹായം വേണം, അതോടൊപ്പം തന്നെ തുടർ ചികിത്സ, നവമിയുടെ തുടർ ചികിത്സയുടെ കാര്യത്തിലും, കൂടാതെ ഒരു കുടുംബത്തിലൊരാൾക്ക് ജോലി എന്ന കാര്യത്തിലും ഒരു തീരുമാനം വേണമെന്നാണ് മുന്നോട്ട് വെച്ച ആവശ്യം. അടിയന്തര ധനസഹായം എന്ന നിലയിൽ തന്നെയാണ് 50,000 രൂപ HDS ഫണ്ടിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് തുകയുടെ കാര്യത്തിലെല്ലാം തന്നെ ഈ മാസം 15 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ കുടുംബത്തിലൊരാൾക്ക് ജോലി എന്ന ഒരു ആവശ്യം ഇന്ന് പരിഗണിച്ചിട്ടുണ്ട്. അത് HDSൽ തന്നെ ജോലി ഉറപ്പാക്കും. അതിനുശേഷം താൽക്കാലികമായിട്ടാകും ആദ്യം ജോലി ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് അത് സ്ഥിരപ്പെടുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. മറ്റൊന്ന് തുടർ ചികിത്സയുടെ കാര്യത്തിലാണെങ്കിൽ സർക്കാർ ചികിത്സാ സഹായം അല്ലെങ്കിൽ സർക്കാർ ചികിത്സ ഉറപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ചികിത്സ സൗജന്യമായിരിക്കും. അത് കുടുംബത്തിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ചാകും ചികിത്സ മുന്നോട്ട് പോവുക. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായി എന്നത് ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ഈ അപകടം സംഭവിച്ച് 24 മണിക്കൂർ പിന്നിട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മന്ത്രിയോ ആരും വിളിച്ചിട്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. ഈ പരാതികൾക്കിടെയാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ശേഷം പിന്നീട് മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥരും എത്തി ഈ ഒരു ധനസഹായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 15 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാകും ഏത് നിലയിലാകും അടിയന്തര സഹായത്തിനപ്പുറമുള്ള തുക കൈമാറുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതോടൊപ്പം എടുത്തു വരേണ്ട കാര്യം, രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ന് മന്ത്രി ആവർത്തിച്ചു. കാരണം ഈ അപകടം നടന്ന ഉടൻ തന്നെ JCB കൊണ്ടുവരാനുള്ള നിർദ്ദേശമടക്കം നൽകി. പിന്നെ ഉയർന്ന ആക്ഷേപം അത് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ സർക്കാർ പ്രതിനിധികളോ
പ്രതിനിധികളോ വീട്ടിൽ സന്ദർശനം നടത്തിയില്ല എന്നാണ്. പക്ഷേ ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ തന്നെ സർക്കാർ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.